നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റന്റ് മുതലായ 10th മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഇത് ഞാൻ എടുക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂ പാറ്റേൺ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും, റിലേറ്റഡ് ഫാക്ട്സ് നല്ലപോലെ പഠിച്ചിരിക്കണം. അപ്പൊ ഇതിനകത്തൊക്കെ ഒറ്റ ചോദ്യം ഉത്തരം അങ്ങനെ കാണത്തുള്ളൂ. പക്ഷെ ആ ഒരു ചോദ്യം നമ്മുടെ കയ്യിൽ കിട്ടിയ മാക്സിമം റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക. അപ്പോൾ PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കുള്ള സൂചനകളാണെന്ന് കരുതണം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചുവടെ പറയുന്നവയിൽ കേരള രാഷ്ട്രീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്ത് 4 മുഖ്യമന്ത്രിമാരും 4 മന്ത്രിസഭകളും അധികാരത്തിൽ വന്ന നിയമസഭയാണ് 5ാം കേരള നിയമസഭ. ശരിയാണ്. വിമോചന സമരത്തിന്റെ ഫലമായി 1ാം കേരള മന്ത്രിസഭയെ 1959 ജൂലൈ 31 പിരിച്ചുവിട്ടു. ശരി. കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തിയാണ് റോസമ്മ പുന്നൂസ്. ഈ തന്നിരിക്കുന്ന 3ഉം ശരിയാണ്. അപ്പോൾ ഇവിടെ 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം എന്ന ടോപ്പിക്കിൽ നിന്ന് വന്ന ചോദ്യമാണ്. അപ്പൊ ആ ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ടൊന്നെടുത്ത് റിവൈസ് ചെയ്യാം. പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? 1957 ആണ്. 1957. 1ാം കേരള നിയമസഭ നിലവിൽ വന്ന വർഷം 1957 ഏപ്രിൽ മാസം 1. 1957 ഏപ്രിൽ മാസം 1 1ാം കേരള നിയമസഭ നിലവിൽ വന്നത്. 1ാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1957 ഏപ്രിൽ മാസം 5 ആണെന്ന് ഓർക്കുക. ഏപ്രിൽ 5. അപ്പൊ ഏപ്രിൽ 1 നിയമസഭ നിലവിൽ വന്നു, ഏപ്രിൽ 5 മന്ത്രിസഭ നിലവിൽ വന്നു. 1ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1957 ഏപ്രിൽ മാസം 27. 1ാം കേരള മന്ത്രിസഭയിൽ ആകെ എത്ര മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്? 11 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. 11 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു വനിതാ മന്ത്രിയും ഉണ്ടായിരുന്നു. ആരായിരുന്നു ആ വനിതാ മന്ത്രി? KR ഗൗരിയമ്മ. KR ഗൗരിയമ്മ. അപ്പോൾ 1ാം കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 1 ആണ്. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന പ്രധാന പരീക്ഷകളായ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷ 10th മെയിൻസ് 2025 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം, എല്ലാവരും ജോലിക്ക് കയറണം എന്ന ഉദ്ദേശത്തോടു കൂടി പുതിയ SCRT, പഴയ SCRT, ഫുൾ സിലബസ് കവറേജ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഉൾപ്പെടെ ഞാനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ്. 6 മാസ കാലാവധിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ പരീക്ഷ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ദിവസം പോലും നിങ്ങൾ പാഴാക്കി കളയരുത്. ഉടനെ തന്നെ ജോയിൻ ചെയ്തോളാം. ആപ്പില് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് തന്നെ ഡയറക്ട്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ 10th മെയിൻസ് 2025 എന്ന് പറയുന്ന ബാച്ചാണ്. കൂടാതെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഈ വർഷം നടക്കാനിരിക്കുന്ന പ്രധാന പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. ഒരുപാട് പേര് ഉറ്റുനോക്കുന്ന പരീക്ഷ. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ, ഒരുപാട് വേക്കൻസീസ് പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റുകൾ, കമ്പനി LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LD, ഈ 3 പരീക്ഷകൾക്കും വേണ്ടി, ഈ 3 പോസ്റ്റുകൾക്കും വേണ്ടി നമ്മുടെ ആപ്പിൽ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് VFAയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് ബാച്ച് എടുത്താലും അതിൻ്റെ കൂടെ എല്ലാം നിങ്ങൾക്ക് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സും പുതിയ SCRTയും പഴയ SCRT എല്ലാം ലഭ്യമാണ്. പുതിയ SCRTന്ന് ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ഒരു തുറുപ്പിച്ചിട്ടാണ് ഈ പുതിയ SCRT എന്ന് പറയുന്നത്. നിങ്ങൾ വ്യക്തമായിട്ട് റിവിഷൻ അടിച്ച് പഠിച്ചിട്ടേ പോകാവും. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് ആണ്. ഒന്നും വിട്ട് കളയരുത്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ആപ്പിൽ ക്ലാസ് എല്ലാം എടുത്തു തരുന്നത്. പിന്നെ ജനറൽ PSC ബാച്ച് ഉണ്ട്. അങ്ങനെ കുറേ ബാച്ചുകൾ പൊക്കോണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ ക്ലാസ്സുകളും ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് വരുന്നത്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക.
ഒരു നിമിഷം പോലും നിങ്ങൾ മടിച്ചു നിൽക്കരുത്. നിങ്ങൾ ഈ പാഴാക്കിക്കൊണ്ടിരിക്കുന്ന സമയം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണെന്ന് തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യണ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ എല്ലാ കോഴ്സുകളും ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ഓരോ പോർഷൻസും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് നിങ്ങളങ്ങ് പഠിച്ചങ്ങ് പോയാൽ മതി. ടൈം ടേബിളിൽ ഇപ്പോൾ വീക്ക് വൈസ് ആയിട്ട് വീക്ക് 1, വീക്ക് 2, വീക്ക് 3, ഒരു വീക്കിൽ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5 അങ്ങനെ 5 ദിവസം. തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വെള്ളിയാഴ്ച വരെയുള്ള പോർഷൻസ് ആണ്. എന്നിട്ട് നിങ്ങൾ റിവിഷൻ അടിച്ചിട്ട് ആ ആഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് എക്സാമും ഓരോ ആഴ്ചയും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോളാം. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മത്സരിച്ച വനിതയും ആര് തന്നെയാണ്? KR ഗൗരിയമ്മ തന്നെയാണ്. KR ഗൗരിയമ്മ. ഇനി തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള സംസ്ഥാന മുഖ്യമന്ത്രി പദവി അലങ്കരിച്ച വ്യക്തി ആരാണ്? പിണറായി വിജയനാണ്. ആരുടെ റെക്കോർഡാണ് ഇദ്ദേഹം മറികടന്നത്? സി അച്യുതമേനോന്റെ റെക്കോർഡാണ് ഇദ്ദേഹം മറികടന്നത്. സി അച്യുതമേനോൻ ആദ്യത്തെ മന്ത്രിസഭയിൽ ഏത് വകുപ്പാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്? ധനകാര്യം. അപ്പോൾ ഒന്നാം കേരള മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ആര്? സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ. അതുമാത്രമല്ല, കേരളത്തിലെ 5ാമത്തെ മുഖ്യമന്ത്രിയും ഇദ്ദേഹം തന്നെയാണ്. കേരളത്തിലെ 5ാമത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ആ 5 പേരെ ഒന്ന് നോക്കിയാലോ. ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്, കമ്മ്യൂണിസ്റ്റ് ആണ്. രണ്ടാമത്തത് പട്ടം താണുപിള്ള, ഇദ്ദേഹത്തിന്റെ പാർട്ടി ഏതാ? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, PSP, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. മൂന്നാമത്തതോ R ശങ്കർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു? R ശങ്കർ ആയിരുന്നു. നാലാമതും ആര് തന്നെ വന്നു? EMS നമ്പൂതിരിപ്പാട് വന്നു. 5ാമത് സി അച്യുതമേനോൻ. 6ാമതും സി അച്യുതമേനോനാണ് വന്നത്. 5ാമതും 6ാമതും ആര് തന്നെയായിരുന്നു മുഖ്യമന്ത്രി? സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ. അപ്പോ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവി അലങ്കരിച്ച വ്യക്തി എന്ന സി അച്യുതമേനോന്റെ റെക്കോർഡ് മറികടന്നത് ആര്? പിണറായി വിജയനാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയാനാണെന്ന് ഓർക്കുക. തിരുവിതാംകൂറിന്റെ ജുവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതും അക്കാമ ചെറിയാൻ. ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി കേരള നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്രയാ? 140 ആണ്. 140. ഇനി EMS നമ്പൂതിരിപ്പാടിന്റെ കുറച്ച് പുസ്തകങ്ങൾ നോക്കി വെച്ചാലോ. നോട്ട് ചെയ്ത് വെച്ചോളൂ. പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. 1.25 കോടി മലയാളികൾ. ഇതുവരെ PSCയുടെ ചരിത്രത്തിൽ ഒരു 180-200 തവണ ചോദിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ചോദിച്ചാലേ ഉള്ളൂ. 1.25 കോടി മലയാളികൾ ആരുടെ പുസ്തകമാണ്? EMS നമ്പൂതിരിപ്പാടിന്റെ പുസ്തകമാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി ആരുടെ പുസ്തകം? EMS നമ്പൂതിരിപ്പാട്. കാറൽ മാർക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി ആരുടെ പുസ്തകം? EMS നമ്പൂതിരിപ്പാട്. കേരളം ഇന്നലെ ഇന്ന് നാളെ. കേരളം ഇന്നലെ ഇന്ന് നാളെ. 1.25 കോടി മലയാളികൾ. കേരളം മലയാളികളുടെ മാതൃഭൂമി. കാറൽ മാർക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി. ബെർലിൻ ഡയറി, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള. വേദങ്ങളുടെ നാട്. ഇവയൊക്കെ ആരുടെ പുസ്തകമാണ്? EMS നമ്പൂതിരിപ്പാട്. ഏലം കുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMS നമ്പൂതിരിപ്പാടിന്റെ പുസ്തകങ്ങളാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിക്കുക. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അപ്പോൾ സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. നോക്കാം. ആദ്യത്തേത് ജീവനം പദ്ധതിയാണ്. ജീവനം പദ്ധതി എന്നതിന് വേണ്ടിയിട്ട് കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ജീവനം. അപ്പൊ ഗുണഭോക്താവ് ആരാണെന്ന് ചോദിച്ചാൽ കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതരാണ്. ശരണ്യ എന്ന പദ്ധതി. ശരണ്യ ഒരു വനിതയുടെ പേരാണല്ലോ. അപ്പൊ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് ഓർക്കുക. നവജീവൻ മുതിർന്ന പൗരന്മാർക്കുള്ള പദ്ധതിയാണ്. കൈവയ്യ എന്നോർത്താ പോരെ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പൊ കൈവയ്യാത്തത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് കൈവല്യ. ഓക്കെ, അപ്പോ പദ്ധതിയും ഗുണഭോക്താവും കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് കേരളത്തിലെ കുറച്ച് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തേത് സ്നേഹയാനം. എന്താണ് സ്നേഹയാനം? അംഗപരിമിതരുടെ അമ്മമാർക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷ നൽകുന്ന പദ്ധതിയാണ് ഏത്? സ്നേഹയാനം. ശ്രുതിതരംഗം പദ്ധതി എന്തുവാ? ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ശ്രുതിതരംഗം എന്ന പദ്ധതി. ശ്രുതിതരംഗം. കാതോരം
കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? കാതോരം എന്ന പദ്ധതി. ശുഭയാത്ര എന്തുവാണ്? സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച ശുഭയാത്ര പദ്ധതി. ഇതിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്. മോഹൻലാൽ. വിദ്യാജ്യോതി ഭിന്നശേഷിക്കാരായ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് നയിച്ച് സാമൂഹ്യ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത്? വിദ്യാജ്യോതി എന്ന പദ്ധതി. വിദ്യാജ്യോതി. മൃതസഞ്ജീവിനി എന്താണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവിനി. ഇതിന്റെയും ബ്രാൻഡ് അംബാസിഡർ ആര് തന്നെ? മോഹൻലാൽ ആണ്. മോഹൻലാൽ. മിഠായി എന്ന പദ്ധതി. മിഠായി കഴിച്ചാൽ പ്രമേഹം വരുമെന്ന് ഓർത്താൽ മതി. ടൈപ്പ് 1 പ്രമേഹ രോഗം ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? മിഠായി എന്ന പദ്ധതി. മിഠായി എന്ന പദ്ധതി ഓർക്കുക. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? തെറ്റായത് ഏതാണ് എന്ന് ചോദിച്ചിട്ട് എല്ലാം ശരിയായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുന്നത് PSCയുടെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ശരിയാണ്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. ശരിയാണ്. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ശരിയാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലക്. ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഒന്നും തെറ്റില്ല. അപ്പോ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും എന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചമ്പാരൻ സത്യാഗ്രഹം വർഷം 1917. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എന്ന സ്ഥലം എവിടെ? ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജി ഇന്ത്യയിൽ വെച്ച് ആദ്യമായി അറസ്റ്റിലായ വർഷം ഈ ചമ്പാരൻ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 1917 1917. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ രാജ്കുമാർ ശുക്ലയാണ്. രാജ്കുമാർ ശുക്ല. തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമാണെന്ന് ഓർക്കുക. അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്ന വർഷം 1918. അഹമ്മദാബാദ്, ഗുജറാത്ത്. പ്ലേഗ് ബോണസിനെ ചൊല്ലി അഹമ്മദാബാദിലെ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരം ഏതാണെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് മിൽ സമരമാണ്. 35% വേതന വർധന ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചതിനെ തുടർന്ന് മിൽ ഉടമകൾ ആവശ്യം അംഗീകരിക്കുകയുണ്ടായി. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏതാണ്? അഹമ്മദാബാദ്. ആഹാരം, നിരാഹാരം. അപ്പൊ ആഹാരം അഹമ്മദാബാദിലേക്ക് കണക്ട് ചെയ്താൽ മതിയല്ലോ. അഹമ്മദാബാദ്, നിരാഹാരം. നിരാഹാരം. ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. നടന്ന വർഷം 1918. ഇനി ഖേദ സത്യാഗ്രഹം നടന്ന വർഷം ഏതാ? അതും 1918. ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജി അനുഗമിച്ച നേതാക്കൾ ആരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ദുലാൽ യാഗ്നിക് എന്നിവരാണ്. ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഏത്? ഖേദ സത്യാഗ്രഹം. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഖേദ സത്യാഗ്രഹമാണ്. കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹം. ഫാക്ടറി തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹം അഹമ്മദാബാദ് തുണിമിൽ സമരം. കൂടാതെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹവും ഇത് തന്നെ. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നികുതി നിഷേധ സമരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഖേദ സത്യാഗ്രഹമാണ്. ഖേദ സത്യാഗ്രഹം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ EK ജാനകി അമ്മാളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ആരാണ് EK ജാനകി അമ്മാൾ എന്നറിയാവോ? ഇത് നമ്മുടെ SCRT, പുതിയ SCRT 7ാം ക്ലാസ് അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്ന ചാപ്റ്ററിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് EK ജാനകി അമ്മാൾ. ഓക്കെ, അപ്പോ ചോദ്യങ്ങള് വരാം എന്നുള്ള സൂചനയാണ് ഇത്. നമ്മുടെ ഹർഷിത എജ്യൂടെക് ആപ്പില്
നമ്മുടെ പുതിയ SCERTയും പഴയ SCERTയും എല്ലാ കോഴ്സുകളിലും നിങ്ങൾക്ക് ലഭ്യമാണ്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് എല്ലാ ക്ലാസ്സുകളും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ EK ജാനകി അമ്മാളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി 4ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. അപ്പോ EK ജാനകി അമ്മാൾ ജനിച്ചത് 1897, മരിച്ചത് 1984. 1897 ജനനം, 1984 മരണം. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ് EK ജാനകി അമ്മാൾ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ആര്? EK ജാനകി അമ്മാൾ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ഈ 2 സെന്റൻസും SCERT അതേപടി എടുത്തിരിക്കുകയാണ്. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്, ടെക്സ്റ്റിലെ ഡോക്ടർ പുന്നൻ ലൂക്കോസ് എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവർ ആ ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായി. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു ആര്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, ഇതും പുതിയ SCERTയിലെ ചോദ്യമാണ്. നോട്ട് ചെയ്തോളൂ. ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം, അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാ? മഹാത്മാഗാന്ധി. SCERTയിൽ ഈ ചാപ്റ്ററൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ആപ്പില്, ഹർഷദ് എജുടെക് ആപ്പില്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടത് ഏത്? ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കാൻ പ്രസിഡന്റിനെ സഹായിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ്. കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും ഉൾപ്പെടെ 6 പേർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയി വിരമിച്ച ആളായിരിക്കണം കമ്മീഷൻ ചെയർമാൻ എന്നോർക്കുക. 1, 3, 4 ആണ് ശരി. 2011 സെൻസസ് പ്രകാരം ചുവടെ പറയുന്നവയിൽ ശരിയായവ ഏതൊക്കെ? ശിശുലിംഗാനുപാതം 914. 0 മുതൽ 14 വയസ്സ് വരെയുള്ളവർ ജനസംഖ്യയുടെ 63%. ജനസംഖ്യ ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഇത് 3 ആണ് ശരി. താഴെ പറയുന്നവയിൽ തെറ്റല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെ? തെറ്റല്ലാത്തതാണ് 1, 3, 4 ആണ് തെറ്റല്ലാത്തത്. രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി 6 വർഷം. പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250. എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്തത്, ഇത് ആരുടെ വരികൾ? സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ആരുടെ വരികളാണ്? കുമാരനാശാന്റെ വരികളാണ്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന 1ഉം 2ഉം ആണ്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. 5 വർഷ കാലാവധിക്ക് മുൻപായി ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് ഒഴിയേണ്ടതാണ്, പദവി ഒഴിയേണ്ടതാണ്. ഓക്കെ, ഇത് 2ഉം ശരിയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 7 അംഗങ്ങളാണ്. അതിന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാര്യ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ്. ശരിയാണ്. ആൽഗകൾ പ്രോകാരിയോട്ടുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകൾ എന്നിവയ്ക്ക് പോഷകങ്ങൾ ലഭ്യമാകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. ശരിയാണ്. സസ്യങ്ങൾക്ക് പോഷണം ലഭ്യമാകുന്ന പ്രകാശ സംശ്ലേഷണത്തിലെ പ്രകാശഘട്ടത്തിൽ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഭാഷാഷ്ടപതി എന്ന കൃതിയുടെ കർത്താവ് ആര്? രാമപുരത്ത് വാര്യരാണ്. രാമപുരത്ത് വാര്യർ. താഴെ പറയുന്നവയിൽ വള്ളത്തോളിന്റെ കൃതി അല്ലാത്തത് ഏത്? ചിത്രശാല എന്നതാണ് വള്ളത്തോളിന്റെ കൃതി അല്ലാത്തത്. ചിത്രയോഗം, സാഹിത്യമഞ്ജരി, ബദിരവിലാപം ഇതെല്ലാം വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളാണ്. ചിത്രശാല ആരുടേതാണ്? ഉള്ളൂരിന്റേതാണ് ചിത്രശാല. അടുത്ത ചോദ്യം, നീതി ആയോഗ് പുറത്തിറക്കിയ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇന്ത്യ ഇൻഡെക്സ് 2023-2024 അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യ 71 പോയിന്റ് നേടി.
ഏറ്റവും കുറവ് പോയിന്റ് നേടിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. കേരളവും ഉത്തരാഖണ്ഡും 79 പോയിന്റുകളോടെ ഒന്നാം സ്ഥാനം നേടി. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. അവസാനത്തെ ചോദ്യം, ഒരു വിർജീനിയൻ വെയിൽക്കാലം എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആര്? ഏഴാച്ചേരി രാമചന്ദ്രനാണ് ഒരു വിർജീനിയൻ വെയിൽക്കാലം. ഇദ്ദേഹത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഏത്? ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് ഒരു പോർഷനിൽ നിന്നും മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഡീപ്പായിട്ടുള്ള സ്റ്റഡി തന്നെ വേണം. ബേസ് ലെവൽ തൊട്ട് ഡീപ്പായിട്ടുള്ള സ്റ്റഡിയാണ് നമ്മുടെ ആപ്പിൽ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജോയിൻ ചെയ്യാം. ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.